എന്താ ഇത്? എന്താ ചേച്ചി? കണ്ടോ എന്റെ ബന്ധുരുടെ പ്രവൃത്തി? രായ്ക്ക് രാമാനെ പണം കൊണ്ട് കടന്നാളാൻ തുടങ്ങിയതാ. എന്റെ കൂടെ ഈ പണവുമായി ഓടിപ്പോകാൻ ശോഭ നിർബന്ധിച്ചു അമ്മാവാ. പക്ഷെ അമ്മാവന്റെ ഭാര്യയുമായി ഒളിച്ചോടി പോകാൻ എന്നെ കിട്ടില്ലെന്ന് ഇവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അതല്ലടാ, എന്റെ അനിയനെ കൊന്നേച്ചു പോകാനാ ഇവളുടെ നോട്ടം. നല്ല കാര്യത്തിന് എങ്ങനെയോ എന്റെ കണ്ണിപ്പെട്ടു. എടി ഇറങ്ങി പുറത്ത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ, നിന്റെ പണത്തിന് വേണ്ടി മാത്രമായി കള്ളി നിന്നെ വിവാഹം കഴിച്ചതെന്ന്. എടി ഇനി ഇവിടെ നിന്നാ നിന്റെ കയ്യും കാലും തന്നെ പിടിച്ച റോഡിലെറി. ഇറങ്ങടി. മാറി നിൽക്ക്. എന്നെ തൊട്ടാൽ അനുഭവം അറിയാമല്ലോ. നിങ്ങൾ വിരട്ടി ഓടിച്ച ശാന്തിയല്ല ഞാൻ. ആ പാവം ചേച്ചിയെ പണ്ട് തലമുടിക്ക് കുത്തിപ്പിടിച്ച് വെളിയിലിറക്കി വാതിലടച്ചില്ലേ, അതുപോലെ എന്നോട് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. ശാന്തിയെ നിനക്കറിയാമോ? അറിയാം. എന്റെ മടിയിൽ തലവെച്ച് കിടന്നാണ് ചേച്ചി അന്ത്യശ്വാസം വലിച്ചത്. ചേച്ചിയുടെ ഭർത്താവിനെ മകളെ ഏൽപ്പിക്കാനാണ് ഈ സ്വത്തെല്ലാം എന്റെ പേരിൽ എഴുതി വെച്ചത്. എടാ ദാമോദര, ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കുടിച്ച പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കരുതടാ. അടിച്ചിറക്കടാ ഇവളെ. അടിച്ചിറക്കാം ചേച്ചി. ഒരിക്കൽ നിങ്ങളുടെ വാക്ക് കേട്ട് ഒരു നിരപരാധിയെ ഞാൻ വിരട്ടി ഓടിച്ചു. ഇപ്പോ എന്നെയും എന്റെ മകളെയും രക്ഷിക്കാൻ വേണ്ടി എങ്ങനെന്നോ വന്ന ഈ ദേവതയെ ഞാൻ വിരട്ടി ഓടിക്കണമല്ലേ? അമ്മയില്ലാത്ത എന്നെ വളർത്തിക്കൊണ്ടുവന്നത് ചേച്ചിയാണല്ലോ എന്ന് കരുതി നിങ്ങളുടെ എല്ലാ പ്രവൃത്തിക്കും ഞാൻ കൂട്ടുനിന്നു. അതിന്റെ ഫലം ജീവിതം മുഴുവനും ഞാൻ തീർന്നുകൊണ്ട് കഴിയുകയാണ്. പോകണം. ഇറങ്ങുപടി. രാമായണത്തിലെ മന്ത്രിയേക്കാൾ ദുഷ്ടയാണ് നീ. എന്നാലും നീ എന്റെ കൂടെ പറഞ്ഞല്ലേടാ. ആ വാക്ക് ഉച്ചരിക്കാൻ പോലും നിനക്ക് അവകാശമില്ല. ചേച്ചിയുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയെന്ന ചീത്ത പേര് കേൾപ്പിക്കണോ അതോ മര്യാദക്കിറങ്ങി പോകുന്നോ? എടാ ദ്രോഹി, നിനക്ക് ഗുണം പിടിക്കാലടാ. മഹാഭാവി നശിച്ചോളൂ. പാടാ സോമ, നമുക്ക് പോവാം. ശോഭേ, ഞങ്ങൾക്ക് വേണ്ടി നീ എന്തെല്ലാം മനക്ലേശങ്ങൾ സഹിച്ചു. ഗീതേ, നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാനാണ് ഞാനിവിടെ വന്നത്. ചെറുമി, ചെറുമി, എനിക്ക് മാപ്പ് തരും. എനിക്ക് മാപ്പ് തരും ചെറുമി. ഗീതേ, ഗീതേ. നിങ്ങൾക്ക് ആ പെട്ടി മാറ്റി വെച്ചിട്ട് ഇരുന്ന് സംസാരിക്കാമല്ലോ. എങ്ങനെ ഇരിക്കാനാ എന്റെ സാറേ? ഇങ്ങനെ ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയാലോ? ദേ, സാറിനെ കണ്ടാൽ അറിയാം സാർ അന്തസ്സുള്ളൊരു മനുഷ്യനാണെന്ന്. ആ പെണ്ണിന്റെ അഴിഞ്ഞാട്ടം കണ്ട് സഹിക്കാൻ വയ്ക്കാഞ്ഞിട്ട് ഇനി ഒരു നിമിഷം അവിടെ ഇരിക്കാലെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങ് ഇറങ്ങിപ്പോന്നു. അതും അർദ്ധരാത്രിക്ക് ഏറ്റവും. എന്റെ പൊന്ന് സാറ്, എന്റെ അമ്മ ഇതുപോലെ പല വീടുകളിലും പോയിട്ടുണ്ട്, പല ബഹളങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ബന്ധുക്കളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് കലായക്കോട്ടയ്ക്ക് തീ കൊളുത്തുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ദേ, ഇങ്ങോട്ട് നോക്കി. നിങ്ങളൊരു അച്ഛനായോണ്ട് പറഞ്ഞു പോയതാ. സ്വന്തം മകളായി പോയില്ലേ, പേച്ചു പോയെന്നും പറഞ്ഞ് കൊല്ലാൻ നിൽക്കുവോ? അല്ലടാ. അതൊന്നും അമ്മ പറയണ്ടെന്നേ. സാറിനൊരു അഭിമാനമില്ലേ? അതനുസരിച്ച് സാറ് ഗൗരവമായിട്ട് എന്തെങ്കിലും ചെയ്തോളൂ. ആടവാ, നീ ആ പെട്ടി എടുത്തേ. നിങ്ങൾ വരട്ടെ സാർ. എടാ, പെട്ടി എടുക്കാൻ. The diagnosis of blood cancer is very correct. ശോഭയ്ക്ക് വളരെ സീരിയസ് ആണ്. അതായത് ലാസ്റ്റ് സ്റ്റേജ്. കുറച്ച് ദിവസം കൂടി അവളുടെ ജീവൻ നിലനിർത്താൻ എന്തുണ്ട് ഡോക്ടർ വഴി? നോ ഹോപ്പ്. കൂടിപ്പോയാൽ ഒരാഴ്ച, അത്രമാത്രം.
നേരാണോ മോളെ? ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ മോളെ? മോളെ അച്ഛാ, നീ ചെയ്ത പ്രവൃത്തിക്ക് ഒരിക്കൽ എന്നോട് സമാധാനം പറയേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നീ പറയാതെ തന്നെ ഞാനത് കേട്ടു മോളെ. അച്ഛാ, ഞാൻ കേട്ടത് സത്യമാണോ മോളെ? നീ ഞങ്ങളെയൊക്കെ വിട്ട് 4-5 ദിവസത്തിനുള്ളിൽ സത്യമറിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വേദനിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് കാണാൻ ശക്തിയില്ലാത്തത് കൊണ്ടാണ് അച്ഛാ ഞാൻ പറയാതിരുന്നത്. ഞങ്ങൾ കരയുമെന്ന് കരുതി എല്ലാ വേദനകളും മനസ്സിലൊതുക്കി നീ നീരി കഴിയായിരുന്നു മോളെ. നിന്നെ ഞങ്ങൾ എന്തുമാത്രം ദേഷ്യപ്പെട്ടു, കുറ്റപ്പെടുത്തി, പരിഹരിച്ചു. ഇതെല്ലാം കേട്ട് മൗനമായി തലകുനിച്ചിരുന്നത് ഈ സത്യം മറയ്ക്കാനായിരുന്നു മോളെ. പോകാൻ പോകുന്ന ജീവനെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ ഒക്കുമോ? ഇത് കേൾക്കുന്നതിന് മുൻപ് ഈ അച്ഛൻ മരിച്ചു പോയിരുന്നെങ്കിൽ. അങ്ങനെ പറയരുത്. അത് കേൾക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ട് എനിക്ക് ലോകത്തോട് യാത്ര പറയണം. അതിനു മുൻപ് അച്ഛൻ എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ് പറയുമോളെ? ജീവിത അവസാനം വരെ എന്നോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചവനാണ് രഘു. ഞാൻ പോയാൽ അത് താങ്ങാനാവാതെ രഘു ഒരു ഭ്രാന്തനായി മാറും. ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കും. ഞാൻ വേറൊരാളെ വിവാഹം കഴിച്ചത് തന്നെ രഘു എന്നെ മറക്കാൻ വേണ്ടിയാണ് അച്ഛാ. ഞാൻ മരിക്കുന്നതിന് മുൻപ് രഘു ഒരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നത് എനിക്ക് കാണണം. ഞാനിതൊക്കെ അവനോട് എങ്ങനെ പറയും മോളെ? അച്ഛൻ തന്നെ പറയണം. എങ്ങനെയെങ്കിലും രഘുവിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. രഘു ഗീതയെ വിവാഹം കഴിക്കണം. ഞാൻ ശാന്ത ചേച്ചിക്ക് കൊടുത്ത സത്യവും നിറവേറ്റണം. ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ എന്റെ കണ്ണടയണം. ഈ ഒരാഗ്രഹം കൂടി അച്ഛൻ എനിക്ക് സാധിച്ചു തന്നാൽ മതി. പറയൂ അച്ഛ, സാധിച്ചു തരില്ലേ? എന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റാം. അങ്കിൾ, ഞാനിത് വിശ്വസിക്കുകയില്ല. സത്യമാണ് രഘു. ഞാൻ അറിഞ്ഞു. ഇനി നമുക്ക് ശോഭയെ 3-4 ദിവസങ്ങൾ കൂടി മാത്രമേ കാണാൻ കഴിയൂ. കള്ളം, പച്ചക്കള്ളം. ഞാൻ പോയി ശോഭയോട് ചോദിക്കട്ടെ. അവളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാമോ? നീ ഇങ്ങനെ നിരാശനായി ഭ്രാന്തനെ പോലെ നടക്കുന്നത് കാണാൻ അവൾക്ക് സാധ്യമല്ല. നീ ഒരു വരനായി കതിർമണ്ഡപത്തിലിരുന്ന് ഗീതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അവൾക്ക് കാണണം. രഘു, ജീവിച്ചിരിക്കുന്നവരെ സ്നേഹിക്കുന്നത് മനുഷ്യത്വമാണ്. മരിച്ചവരെ സ്നേഹിക്കുന്നത് ദൈവികവും. നീ യഥാർത്ഥത്തിൽ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. അമ്മാവ, നിന്റെ കടപ്പാടെങ്ങനെ തീർക്കണമെന്ന് നീ എന്നോടൊരിക്കൽ ചോദിച്ചല്ലോ. ഇന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, അല്ല യാചിക്കുകയാണ്. ശോഭയുടെ ആഗ്രഹം നിറവേറ്റി നീ ആ കടമ നിർവഹിച്ചാൽ മതി. അണയാൻ പോകുന്ന ആ ദീപം ഒരു നിമിഷം പ്രകാശിക്കാൻ വേണ്ടി നീ ത്യാഗം ചെയ്യണം. നീ ഗീതയെ വിവാഹം കഴിക്കണം. എങ്കിൽ മാത്രമേ എന്റെ മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ.